ഹലോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ നയന അനന്തപുരിയിലെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് വിയർത്തിട്ട് ഇങ്ങനെ ചാടി എണീക്കുക കേട്ടോ. ചാടി എണീച്ചിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഓർക്കുവാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥയും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഓർത്തിട്ട് വിയർത്ത് കുളിച്ച് കരഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ചാടി എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുവാണ്. മോളെ എന്താ ഇത് എന്ന് പറയുകയാണ്. മോൾക്ക് ഒത്തിരി വിഷമമുണ്ടല്ലേ ആദർശം മിണ്ടാത്തതിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ട് ഒരുപാട് വിഷമമുണ്ട്. നീ എൻ്റെ നേരത്തെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. അച്ഛൻ എന്താ പറ്റുകയെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോകാതെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന ദേവയാനിയുടെ അടുത്ത് പറയുകയാണേ. അവരിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഉള്ളത്. അപ്പം ഞാനും ആദർശേട്ടനും തെറ്റിപ്പിരിയാന്നും കൂടെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് തന്നെയല്ല, അമ്മ എന്നെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് അമ്മ എപ്പോഴാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവയാനി മോളെ എന്ന് വിളിക്കുവാണേ. പക്ഷേ മോളെ ഞാൻ എങ്ങനെ അത് പറയുന്നത്? അമ്മ പറയൊന്നും വേണ്ട അമ്മേ, പക്ഷേ എനിക്ക് മുറിക്കകത്ത് ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയാൻ പറ്റുന്നില്ല അമ്മ എന്നിങ്ങനെ ചോദിക്കുവാണേ. ആദർശേട്ടൻ പിണങ്ങിയത് മാത്രമല്ല അമ്മേ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും ഇളയേട്ടനും ജേട്ടനും അച്ഛനും ആരും എന്നെ ഇപ്പം അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിന് പറ്റത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കാം. മൊത്തം പറഞ്ഞില്ലെങ്കിലും ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കാം, അവൻ്റെ മാറ്റത്തിന് കാരണം എന്താണെന്ന് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണേ. നേരത്തെ അമ്മ എന്നെ വെറുത്തിരുന്നപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല അമ്മേ. ഞാൻ അവരെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. അവർ താഴെ ഉണ്ടെന്ന് പറയാം. അമ്മ വഴക്കൊന്നും വിടല്ലേന്ന് പറയാം. എനിക്ക് എൻ്റെ മോനെ വേണം, അതുപോലെ തന്നെ എൻ്റെ മോളെയും വേണം. അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാൻ ഞാൻ റെഡിയാണ് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. പിന്നീട് നമ്മുടെ ദേവയാനി ഇങ്ങനെ വരുവാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ലാപ്ടോപ്പിൽ പണിയെടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്ന് അവാർഡ് ദാന ചടങ്ങൊക്കെ നടത്തി നയനയ്ക്ക് ബെസ്റ്റ് ഡിസൈനുള്ള അവാർഡ് കിട്ടിയപ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ, നീ എന്നെയും കുത്തിത്തള്ളി വിട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അമ്മ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. അതുപോലെ തന്നെ ഈ വിഷുവിനും ഏറ്റവും കൂടുതൽ വിറ്റുപോയത് നയന കളക്ഷൻസ് ആണെന്നാണല്ലോ ഞാൻ കേട്ടത്. നീ തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അത് വെറുതെ പറഞ്ഞതൊന്നുമല്ല, നയന കളക്ഷൻസ് തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ ട്രെൻഡ്. വിവാഹ പാർട്ടികൾക്കും അത് തന്നെയാണ് ട്രെൻഡ്. അപ്പം നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ളപ്പോൾ അവൾ നിനക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അവളെൻ്റെ ഭാര്യയല്ല എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ നല്ല ഓഫർ വരുമ്പോൾ അവൾ വേറെ കമ്പനിയിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഇല്ലേ? ആ സമയത്ത് സെയിൽസ് അല്പം കുറഞ്ഞെന്നാലും ജ്വല്ലറി മുന്നിലോട്ട് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുവാണേ. ഇവിടെ ഇപ്പം നീ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത്? അവൾ നിൻ്റെ ഭാര്യയല്ലേ. അപ്പം നീ എന്തിനാ കമ്പനിയിൽ നിന്ന് അവളെ ഒഴിവാക്കുന്നത് എന്നിങ്ങനെ ദേവയാനി ചോദിക്കുവാണേ. അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവളെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നാലും അതുപോലെ വീട്ടിൽ നിന്ന് പോയെന്നാലും ഒക്കെ എനിക്ക് സന്തോഷം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ജയനും അജയനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ MD ആയിട്ടുള്ള കമ്പനിയുടെ ബിസിനസ് കുറയുന്നത് എനിക്ക് വിഷമമാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അജയനും പറയുവേ, അത് തന്നെയായിട്ടത്തെ എനിക്കും പറയാനുള്ളത്. ഇപ്രാവശ്യത്തെ വിഷുവിന് നല്ലൊരു സെയിലായിരുന്നു വന്നിരുന്നത്. നല്ല കണക്ഷൻസ് അത്രയും പൊടിയാണ് പൊടി പൊട്ടിക്കുമായിരുന്നു. മറ്റുള്ള കമ്പനിക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മളോട് നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട്. അപ്പോൾ ജയനും പറയാണ്, അത് ശരി തന്നെയാണ്. നയന കളക്ഷൻസിന് ഒരുപാട് പ്രാധാന്യം ഉണ്ടല്ലോ മോനെ എന്നൊക്കെ ഇങ്ങനെ ജയനും ചോദിക്കുവാണേ. പെട്ടെന്ന് അവളെ വേറെ ഏതെങ്കിലും കമ്പനിക്കാർ റാഞ്ചിക്കൊണ്ട് പോയെന്നാൽ നമ്മുടെ കമ്പനി രണ്ടാമതാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ലേ അജയ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ പറയേണ്ടത് കമ്പനി MD ആയ ആദർശാന്ന് പറയേ. എനിക്കെന്തോ അവളുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്നതല്ലേ അച്ഛാ നല്ലത് എന്നിങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി ആകെപ്പാടെ ഞെട്ടുവാ കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങളൊക്കെ ഇടപെടുന്നതിലൊരു പരിധിയുണ്ട് എന്നിങ്ങനെ ജയൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ ജയേട്ടനെ നോക്കുവാണേ. അത് ശരിയാ. അജയനും അപ്പോൾ സപ്പോർട്ട് നിൽക്കുവാണേ. അന്നേരത്തേക്കിനും ഏട്ടത്തി കഴിഞ്ഞും പക്വതയുണ്ട് ഏട്ടത്തിയുടെ മരുമകൾക്ക് എന്നിങ്ങനെ അജയൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുകയാണേ, അവളെ മരുമകൾ എന്നൊന്നും പറയണ്ട, അമ്മ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ മരുമകളായിട്ട്. ചിന്താശേഷിയുള്ളവരായ ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും, നയനയും ആദർശും. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയെങ്കിൽ അതിന് ഞാനൊരു എതിരഭിപ്രായം പറയുന്നില്ല എന്നിങ്ങനെ ഇളയച്ചനും പറയുകയാണ്.
നമ്മുടെ ആദർശിൻ്റെ അച്ഛനും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ഞാനും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. അന്ന് തൊട്ട് അടിയും വഴക്കുമാണ്. ആ സമയത്തൊക്കെ ഞങ്ങളാണ് ഇത്തിരി ഒത്തുതീർപ്പിനൊക്കെ നിന്നത്. എന്നാലും ഇത്രയും സമയമായിട്ട് നിങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല എന്നൊക്കെ ഇങ്ങനെ ജയനും പറയുവാണേ. അപ്പോൾ അനിയും അനാമികയും തമ്മിലുള്ള വഴക്കിൽ ഇവിടെയുള്ളവർ ഇടപെടുന്നതോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. അവർ ഇവരെ പോലെയല്ലല്ലോ, അവർക്കാണ് പക്വത എത്തിയിട്ടില്ല. അതുപോലെ അത് തന്നെയല്ല, അനിയാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് ഇഷ്ടമല്ലായിരുന്നു. അവനെക്കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ടാണ് എല്ലാവരും കൂടെ കല്യാണം കഴിപ്പിച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ആച്ചേനും പറയുകയാണ്, ഒറ്റ മോളായതുകൊണ്ട് അനാമികയുടെ വീട്ടുകാരും കൊച്ചു ലാളിച്ചേലും വളർത്തിയതിൻ്റെ പ്രശ്നങ്ങളും അവരുടെ ഇടയിലുണ്ട്. അവരെപ്പോലെ അല്ലല്ലോ ഇവർ, നമ്മളെ കഴിഞ്ഞും മേലെ നിന്ന് ചിന്തിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇവരുടെ പ്രശ്നത്തിൽ കൂടുതൽ തലയിടാതിരിക്കുന്ന ബുദ്ധി എന്നൊക്കെ ഇങ്ങനെ അജയനും പറയുവാണേ. അല്ല, അതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ജയൻ ചോദിക്കേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ബിസിനസ് കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആരും ബുദ്ധിമുട്ടിയേക്കല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് നമ്മുടെ ദേവയാനി. എടാ മോനെ, നിൻ്റെ അമ്മേനെ ഇങ്ങനെയിട്ട് വട്ടം കറക്കണോടാന്ന് ചോദിക്കേ. അച്ഛാ, നയൻ ചെയ്ത തെറ്റിനെനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല. നിൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ച നയനമോളാണെന്ന് ഓർമ്മ വേണമെന്നൊക്കെ പറയുന്നുണ്ടേ. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഹൃദയം അവൾക്ക് പറിച്ചു കൊടുത്തതാണ്. എന്നിട്ടാണ് അവൾ എന്നോട് മറച്ചു വെച്ചത്. അതിനെനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവസാനം ഇതിൻ്റെയൊക്കെ അവസാനം ആ കൊച്ചു ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞേക്കില്ലെന്ന് പറയുവേ. നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇത്തവണ എന്താണെങ്കിലും ഞാനത് പറയില്ലെന്ന് പറയുകയാണേ. പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഇരുന്ന് മരുന്നൊക്കെ കുടിക്കുവാണേ. അലോപ്പതിയുടെ കൂടെ ആയുർവേദം വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. കുറേ അലോപ്പതി കഴിച്ചില്ലേ, ഇനി ഒരു ആയുർവേദം കൂടെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ഇക്കൊല്ലത്തെ ഓണത്തിനും വിഷുവിനും ഒക്കെ റെക്കോർഡ് സെയിലിട്ടു എന്നാണ് ആദർശ് പറഞ്ഞത് എന്നിങ്ങനെ പറയുവേ. അത് പിന്നെ നല്ല കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ ദേവേനെ പറയുന്നുണ്ട്, എനിക്ക് അവളോട് വലിയ സ്നേഹമൊന്നും ഇല്ല, എന്നാലും അവൾ നല്ല രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ കൊണ്ടുവന്ന് തന്നതല്ലേ അച്ഛ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. നമ്മുടെ മുത്തശ്ശിയമ്മ പറയുന്നുണ്ട്, നിനക്ക് അവളോട് സ്നേഹമില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ദേവയാനി എന്നിങ്ങനെ പറയുകയാണേ. നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സല്ലേ നമ്മളുടേത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ നയനേനെ കമ്പനിയിൽ തന്നെ പിടിച്ച് നിർത്തുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പിടിച്ച് നിർത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇതെല്ലാം വന്ന് പതിയെ നിന്ന് കേൾക്കുന്നുണ്ടേ. അതല്ല അച്ഛാ, അടിയും വഴക്കുമായിട്ട് നയന പിണങ്ങി പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നല്ലൊരു ഡിസൈനറെ കണ്ടെത്തണ്ടേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചോദിക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുകയാണേ, നീ നിൻ്റെ മോനോട് പറ നയനയായിട്ടുള്ള വഴക്കൊക്കെ ഉപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ദേവേനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പേടിച്ച് നിന്നിട്ടാണ് പറയുന്നതും. അതെ, ഞങ്ങളോടല്ല നീ ഇതൊക്കെ പറയേണ്ടത്. നിൻ്റെ മനസ്സിലുള്ളതൊക്കെ നീ നിൻ്റെ മോനോട് പറയണം. എന്നിട്ട് നീ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിന് അവളിവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നിങ്ങനെ ദേവേനെ പറയേ. നിൻ്റെ മോനും ഇതേ അഭിപ്രായമാണെങ്കിൽ നയന പൊക്കോട്ടെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കിനും ദേവേനെ ഞെട്ടുന്നുണ്ടേ. അല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സൊക്കെ ഇടിയല്ലേ അച്ഛ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, നയന ആദർശിൻ്റെ ഭാര്യയായി വരുന്നതിന് മുന്നേയും നമ്മുടെ കമ്പനി നല്ല രീതിയിൽ തന്നെയല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലും ഇപ്പോൾ അവൾ പേരെടുത്തത് നമ്മുടെ സ്ഥാപനത്തിലൂടെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ വാവിളിക്കുവാണ് മുത്തശ്ശനെ നോക്കിയിട്ട്. അങ്ങനെ അവൾക്ക് അവാർഡൊക്കെ കിട്ടിയപ്പോഴത്തേക്കിനും ഒന്നുകൂടെ അവൾ പ്രശസ്തയായതല്ലേ. ഇപ്പോൾ നയന കളക്ഷൻസ് തേടിയാണ് പലരും ജ്വല്ലറിയിൽ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ള ജ്വല്ലറിക്കാർ അവളെ ആ ജ്വല്ലറിയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജ്വല്ലറിയിലേക്ക് ആയിരിക്കത്തില്ലേ അച്ഛാ ഒഴുക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ദേവയാനി നോക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം മാറ്റേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം പോയി നീ നിൻ്റെ മകനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവളെവിടെ പിടിച്ചു നിർത്താനൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ ഞങ്ങൾക്കും താല്പര്യമില്ല എന്നിങ്ങനെ മുത്തശ്ശിയും പറയുകയാണേ. ദേവയാനി, കാലം മാറിക്കൊണ്ടിരിക്കുക. അന്തസ്സും ആഭിജാത്യമുള്ള പെണ്ണുങ്ങളൊക്കെ കിട്ടാനൊക്കെ പാടാണ്. ഇപ്പം നല്ല കുട്ടികൾ സ്ത്രീധനം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത് കെട്ടിക്കൊണ്ട് പോകാനാണ് പറയുന്ന കാലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധിയും വിവരവും ഉള്ളവനാണ് ആദർശ്. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യകതയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും ദേവയാനിക്ക് സങ്കടമാവുന്നുണ്ട്.
ഇനി അവർക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ നീ തന്നെ അവരെ കൂട്ടി യോജിപ്പിക്കുക. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശനും പറയുവാണേ. അങ്ങനെ അവൾ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് വാതിക്കലെത്തിയിട്ട് വീണ്ടും തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താണ് ഇങ്ങനെ മുത്തശ്ശൻ ചോദിക്കേ. അന്നേരത്തേക്കിന് ഒന്നും ഇല്ലെന്നും പറഞ്ഞ് ദേവയാനി പോവുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ജലജ അവിടെ നിന്ന് മുങ്ങിയോ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ദേവയാനിക്കും പ്രഷർ കൂടിയെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് കയറി വരുവേ. അച്ഛാ എന്താ ആദർശം അതുപോലെ തന്നെ നയനും തമ്മിലുള്ള പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ പറയുകയാണ്, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അവർ തമ്മിൽ പിരിയാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടത് ഇങ്ങനെ പറയുവേ. നീ ഇനി ആദർശിൻ്റെ മനസ്സിലോട്ട് എന്തെങ്കിലും കുത്തു വെച്ചോന്ന് ചോദിക്കുക. അയ്യോ ഞാനോ, ഞാനൊന്നും കുത്തുവെച്ചിട്ടില്ലെന്ന് ഇങ്ങനെ പറയേ. അന്നത്തേക്ക് നമ്മൾ മുത്തശ്ശൻ പറയുവേ, എന്താണെങ്കിലും അവർ തമ്മിൽ ഭയങ്കര അകൽച്ചയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് സങ്കടമാകുമോ കേട്ടോ. പിന്നീട് വന്നിട്ട് അനാമികയുടെ അടുത്താണ് ഈ കാര്യം പറയുന്നത്. സത്യമാണ് അപ്പച്ചി, അവർ തമ്മിൽ പിരിയാൻ പോവുകയാണ്. സത്യമാണ് മോളെ, മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഇങ്ങനെ നുണ പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് ശരിയായിരിക്കും ജലജെ. അവൾ വിഷുവിൻ്റെ അന്ന് വീട്ടിൽ പോയത് അവളുടെ ഏതെങ്കിലും ഒരു കാമുകനെ കാണാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനിയുടെ അമ്മ പറയുകയാണ്. അല്ലാതെ ആദർശം ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടോ. ഞാൻ ബന്ധം പിരിയുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നതാണ് ഇങ്ങനെ അനാമിക പറയും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ അമ്മ പറയുകയാണ്, അനിയുടെ അമ്മ പറയുകയാണ്, മൂത്തവൾ ഇപ്പോൾ പോയിട്ടുണ്ട്. അനി ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നമ്മുടെ അഭി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് തടയണം. അങ്ങനെ നയന പോയി കഴിഞ്ഞാൽ അവളെ ഇവിടുന്ന് പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനം എടുക്കുവാണേ. അത് പിന്നെ എന്നോട് വിട്ടു പറയേണ്ട ആവശ്യമുണ്ടോ ജാനകി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പഴയതുപോലെ എന്നോടൊന്നും വിട്ടു പറയുന്നില്ല. അവനും ഇതിനെന്തെങ്കിലുമൊക്കെ പങ്ക് കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നയനയുടെ വഴിവിട്ട ബന്ധം ചിലപ്പോൾ പറഞ്ഞു കൊടുത്തത് അഭിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജയും പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയുന്നുണ്ട്, അങ്ങനെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ആരെന്ത് പറഞ്ഞാലും ശരി, നയന ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അന്നത്തേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അവൾ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകത്തില്ല, കടിച്ച് തൂങ്ങുന്ന ടൈപ്പാന്നൊക്കെ ഇങ്ങനെ പറയുവേ. കല്യാണം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയൊക്കെ മോക്കറിയാലോ എന്നൊക്കെ ജലജയും പറയുന്നുണ്ട്. അന്ന് അവൻ്റെ ആദർശം അവൻ്റെ അമ്മയും ഒക്കെ ഇവിടെ ഇട്ട് അവളെ പൊരിക്കുമായിരുന്നു. എന്നിട്ടും പോകാത്തവൾ ഇപ്പോൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ ആദർശിന് ഭയങ്കര സ്നേഹമായിരുന്നു അവളോട്. ഇനി നിരാശയിൽ അവൾ എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്നേ എനിക്ക് സംശയമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും ചൂട് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വല്യമ്മയായിട്ട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെയല്ല, അന്നേരത്തേക്ക് അനാമിക പറയുകയാണ്, ഞാൻ ഇതുമായിട്ട് വല്യമ്മയുടെ അടുത്ത് സംസാരിച്ചതാണ്. അപ്പം നയനെ വിട്ടു പോയി കഴിഞ്ഞാൽ ആദർശേട്ടൻ്റെ കാര്യം പരിങ്ങലിലാകും എന്നാണ് വല്യമ്മ എന്നോട് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുവേ. ഇപ്പം അവളെ ഇവിടെ നിർത്താനായിട്ട് ആദർശിനെ കഴിഞ്ഞും താല്പര്യം കൂടുതൽ ഏട്ടത്തിക്കാണ് ജലജ എന്നിങ്ങനെ ജാനകിയും പറയുന്നുണ്ട്. അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്ന ഒരു കാലം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ അവസരം നമ്മൾ മുതലാക്കണം മോളെ. ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പം നയനയ്ക്കെതിരാണ്. അതുപോലെ നല്ല രീതിയിൽ ചൂട് പിടിപ്പിക്കണം, അതുപോലെ ഒറ്റപ്പെടുത്തുകയും വേണം. മിണ്ടാനും പറയാനൊന്നും ആളില്ലാതെ വരുമ്പോൾ തന്നെ അവൾ ഇവിടുന്ന് പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ജലജ അങ്ങോട്ടേക്ക് പോകുമ്പം ജാനകി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവേ, അവൾ പോയി കഴിഞ്ഞാൽ മോൾക്ക് ഇവിടെ സമാധാനത്തോട് കൂടി ജീവിക്കാമല്ലോ. അനി നിൻ്റെ മോളുടെ കൂടെ വരികയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനാമിക ചിരിക്കുന്നുണ്ട്. അവർ രണ്ടാളും പോയി കഴിഞ്ഞാൽ നന്ദുവും ഇവിടെ ഇങ്ങോട്ട് വരത്തില്ല. മോൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാം. എന്താണെങ്കിലും ഇന്ന് അമ്പലത്തിലൊന്ന് പോകണം. അവർ നയന ഇവിടെ നിൽക്കരുത്, ഒഴിഞ്ഞു പോയി എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുകയാണ്. ആദർശിൻ്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതിലപ്പുറം നമ്മൾ പ്രാർത്ഥിക്കണം ആദർശിൻ്റെ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ നയന ഇങ്ങനെ ബെഡിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുവേ. ഇല്ല കരഞ്ഞൊന്നും ഇല്ല എന്ന് പറയും കേട്ടോ. പിന്നെ എന്താ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ചോദിക്കുവേ. അത് പിന്നെ നന്ദു പോലെ എനിക്കിത്തിരി വിഷമം ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അത് നീ കരഞ്ഞ് തീർത്തല്ലേ എന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സത്യങ്ങൾ ആദർശനോട് പറയാനുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പം എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുവേ. എനിക്കൊപ്പോൾ വേണം ഈ വീട്ടിലുള്ള എല്ലാവരും നിൽക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നയന പറയുകയാണേ, ബോധപൂർവം ഞാൻ ആദർശേട്ടനോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എന്നാൽ ബോധം ഇല്ലാത്തപ്പോഴായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അതെന്താണെന്നൊന്ന് പറഞ്ഞു ഓടാൻ ചോദിക്കും കേട്ടോ. അതിപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ മനസ്സില്ല. സത്യം പറഞ്ഞാലേ കല്യാണം കഴിയുന്ന സമയത്ത് ഈ മുറിയിലോട്ട് വരുന്നതേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം അതുപോലെ ഏകദേശം അവസ്ഥയിലോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അന്ന് ഞാൻ ബോൾഡായിരുന്നു, പക്ഷേ ഇപ്പം ആദർശേട്ടൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുവാണേ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ അഹങ്കാരത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. നീ അങ്ങനെ സംസാരിച്ചോ, കാരണം നന്ദി കെട്ടവർ അങ്ങനെ സംസാരിക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അന്നേരത്തേക്കും ഞാൻ എന്ത് നന്ദി കേട്ട് ആദർശേട്ടനോട് കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ആദർശ് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.